അനുപ ഒരു മാസക്കാലം നീണ്ടുനിന്ന പ്രചാരണമാണെങ്കിൽ കൂടി UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നേരത്തെയുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമാണ് വന്നത്. മണ്ഡലം ഏറെക്കുറെ പൂർണ്ണമായും ഈ ഒരു തെരഞ്ഞെടുപ്പിനായി സജ്ജമായിരുന്നു. നേരത്തെ തന്നെ അനൂപ് പറഞ്ഞതുപോലെ ദേശീയ രാഷ്ട്രീയം ഏറെക്കുറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശ്രദ്ധയോടുകൂടി തന്നെ വീക്ഷിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ വയനാട് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരമാവധി ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. റോഡ് ഷോയിലടക്കം തുടർന്നുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലടക്കം അത് പ്രതിഫലിച്ചിട്ടുമുണ്ടായിരുന്നു. അത്രത്തോളം ശക്തനായി ജനം അവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാരെ അറിയുന്ന അവിടുത്തെ ജനമനസ്സുകളിൽ കൃത്യമായി ഇടമുള്ള സ്വാധീനമുള്ള സത്യൻ മൊകേരിയെ തന്നെയാണ് ഇടതുമുന്നണി ഇക്കുറി മത്സര രംഗത്തേക്ക് ഇറക്കിയത് എന്നുള്ളത് സവിശേഷകരമായ ഒരു പ്രത്യേകതയായി പറയാം. നേരത്തെയും ആ ഒരു മണ്ഡലത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള സ്ഥാനാർത്ഥി തന്നെ മത്സര രംഗത്തേക്ക് വന്നപ്പോൾ വയനാട് ഇക്കുറി കണ്ടതെന്തായിരുന്നു? തെരഞ്ഞെടുപ്പിനെ സജീവമാക്കി അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിനെ സജീവമാക്കി ഒട്ടേറെ ഘടകങ്ങൾ വയനാട്ടിൽ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വയനാട് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യം. റായ്ബറേലി നിലനിർത്തി വയനാട് ഉപേക്ഷിക്കുമ്പോൾ അത് റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന കാര്യം രാഹുൽ ഗാന്ധി നേരത്തെ പ്രഖ്യാപിച്ചില്ല, അല്ലെങ്കിൽ അത് മറച്ചുവെച്ചാണ് വയനാട്ടിൽ മത്സരിച്ചത് എന്നുള്ളൊരു രാഷ്ട്രീയ ആരോപണം LDF വിവിധ ഘട്ടങ്ങളിൽ ഉയർത്തിയിരുന്നു. ഏതായാലും അതിൽ UDF ഒരു ഘട്ടത്തിൽ വലിയ പ്രതിരോധത്തിലാവുകയും ചെയ്തു. അതിൻ്റെ കൂടി ഫലമായാണ് പ്രിയങ്ക ഗാന്ധിയെ വീണ്ടും ഈ മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ നിശ്ചയിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഒരു മണ്ഡലം കൂടിയായി, അല്ലെങ്കിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടിയായി മാറി വയനാട്ടിലേത്. ഏതായാലും അതുമാത്രമല്ല, വയനാട്ടിൽ നിന്ന് പൊതുവിൽ ഉയരുന്ന വയനാടിന് അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഊന്നിയുള്ള വിവിധ രാഷ്ട്രീയ ചർച്ചകളെല്ലാം ഈ 1.5 മാസക്കാലം വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളെ സജീവമാക്കി. രാത്രിയാത്രാ നിരോധനം, വന്യമൃഗശല്യം, രാഹുൽ ഗാന്ധിയുടെ ഒരു പാർലമെന്ററി എന്ന രീതിയിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ ഏത് വിധത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത്, വയനാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടോ തുടങ്ങിയ ഒട്ടേറെ ചർച്ചകൾ രാഷ്ട്രീയ പ്രചരണങ്ങളായി തന്നെ ഈ മണ്ഡലത്തിൽ LDF ഉൾപ്പെടെ ആ വിഷയങ്ങൾ ഉന്നയിക്കുകയും സജീവ ചർച്ചയാവുകയും എല്ലാം ചെയ്തതാണ്. അതോടൊപ്പമാണ് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള വിവിധ വിഷയങ്ങൾ. അതിൽ പ്രധാനം ഈ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ വോട്ടഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ടതാണ്. 2 പരാതികളാണ് LDF ഇതുമായി ബന്ധപ്പെട്ട് നൽകിയത്. ഈ പരാതികൾ ഇനിയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമപ്രശ്നങ്ങളിലും മറ്റും ഉൾപ്പെടുമെന്നുള്ളതിനാൽ അത് ഇനിയും ഒരു തുടർ ചർച്ചകളായി മാറും. അതിൽ 2 സംഭവങ്ങളാണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെയുള്ള കേസിനാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ. അതിലൊന്ന്, ഈ പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രവും തെരഞ്ഞെടുപ്പ് ചിഹ്നവും പതിപ്പിച്ച ഭക്ഷ്യക്കിറ്റുകൾ ഉൾപ്പെടെ പല മേഖലകളിൽ ആദിവാസി ഊരുകളിലടക്കം വിതരണം ചെയ്ത് വോട്ടഭ്യർത്ഥിച്ചു എന്നുള്ളതാണ്. അതിൽ തിരുനെല്ലി പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. കൂടുതൽ മേഖലകളിൽ ഈ വിധത്തിൽ വോട്ടഭ്യർത്ഥന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് LDFിൻ്റെ ആരോപണം. അത് സംബന്ധിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് LDF പരാതി നൽകിയത്. ഏതായാലും അതെല്ലാം ഒരു നിയമപ്രശ്നമായി തന്നെ ഭാവിയിൽ തുടരും. LDF തെരഞ്ഞെടുപ്പിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പിന്നീടുണ്ടായതാണ് ഈ ഒരു ആരാധനാലയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അവിടെ പള്ളിക്കുന്ന് ലൊർദുമാതാ ദേവാലയത്തിൽ കഴിഞ്ഞ 10-ന് പ്രിയങ്ക ഗാന്ധി എത്തുകയും അവിടെ പ്രാർത്ഥന നടത്തുകയും അവിടുത്തെ സന്യസ്തരും വൈദികർക്കൊപ്പം പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കാളിയാവുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ UDF പ്രവർത്തകർ പകർത്തി പല മേഖലകളിൽ അത് വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഉതകിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ സ്വാധീനിക്കുന്ന വിധത്തിൽ അത് വോട്ടിംഗ് പ്രചരണത്തിനായി ഉപയോഗിച്ചു. വളരെ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യമാണത്. പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രവും വോട്ടഭ്യർത്ഥനയും ഉൾപ്പെടുത്തിയ വീഡിയോകളാക്കി മാറ്റി അത് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് LDF പരാതി. ആ പരാതിയും നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് LDF കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഏതായാലും അതൊരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആരോപണവും വിവാദവുമായി മണ്ഡലത്തിൽ നിൽക്കുന്നതിനിടെ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത്. അതോടൊപ്പം ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ വലിയ വിവാദത്തിലാക്കിയ ഒരു സംഭവം കൂടി ഈ കിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായി. മേപ്പാടി ചൂരമല അല്ലെങ്കിൽ മേപ്പാടി മുണ്ടക്കയിലെ ദുരന്തബാധിതർക്ക് വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റുകളെ സംബന്ധിച്ചായിരുന്നു ഈ വലിയ ആരോപണങ്ങളും വിവാദങ്ങളുമെല്ലാം. അത് കാലാവധി കഴിഞ്ഞതും പുഴുവരിച്ച നിലയിലും ഉള്ള ഭക്ഷ്യധാന്യ കിറ്റുകളാണ് മേപ്പാടി പഞ്ചായത്ത് വിവിധയിടങ്ങളിൽ വിതരണം ചെയ്തത്.
അത് കഴിച്ച കുട്ടികൾക്കുൾപ്പെടെ ഭക്ഷ്യവിഷബാധ ഉണ്ടാവുകയും ചെയ്തു. ഇതെല്ലാം ഒരു വലിയ പ്രതിഷേധത്തിലാണ് ഈ ദുരന്തബാധിതർ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നൊരു സാഹചര്യവും വയനാട്ടിൽ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രൂപപ്പെടുകയും ഉണ്ടായി. അത് ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പോലും ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്ത് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടന്നു. അത് ഇനിയും തുടരുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ സജീവമാക്കിയ ഒരു പ്രചരണകാലമാണ് കടന്നു പോകുന്നത്. അതിൻ്റെ എല്ലാം ആവേശവും വീറും വാശിയുമെല്ലാം ഈ പ്രചരണവേളകളിലെല്ലാം ദൃശ്യമായിരുന്നു, കുട്ടിക്കലാശത്തിൽ വരെ. ഏതായാലും അത്തരം ഘടകങ്ങൾ കൂടുതൽ സജീവമാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണകാലം പിന്നിട്ടാണ് വയനാട്ടിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14 ലക്ഷത്തിൽ പരം വോട്ടർമാർക്കായി 1354 പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ച് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഈ പോളിംഗിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. പോളിംഗ് ശതമാനം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വർദ്ധിക്കും എന്നത് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ആ വിധത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയുടെ കടന്നുവരുന്ന നമുക്കറിയാം, വയനാട്ടിൽ 2014 MI ഷാനവാസിൻ്റെ 1.5 ലക്ഷം ഭൂരിപക്ഷം 20,000 ചുരുക്കി വലിയ രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. മണ്ഡലത്തിൽ സുപരിചിതനാണ്. ആ വിധത്തിൽ പല മേഖലകളിലും അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യതയും LDF ഉയർത്തിയ രാഷ്ട്രീയ പ്രചരണ വിഷയങ്ങളോട് ജനങ്ങൾ ക്രിയാത്മകമായി പ്രതികരിച്ചതും എല്ലാമാണ് LDFൻ്റെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ. അദ്ദേഹത്തിന് പലയിടങ്ങളിലും വളരെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് ലഭിച്ചത്. എല്ലാവർക്കും സമീപസ്ഥനായ വയനാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ, പാർലമെന്റിൽ അവതരിപ്പിക്കാൻ, അത് നേരിട്ടറിയുന്ന, നേരിട്ട് കേൾക്കുന്ന, നേരിട്ട് ജനങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കോയ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ആത്മവിശ്വാസമുണ്ട് എന്നാണ് LDF കേന്ദ്രങ്ങൾ പറയുന്നത്. വലിയ പ്രചാരണവും ഇത്തരത്തിൽ പണവും ലഹരിയുമെല്ലാം ഒഴുക്കിയുള്ളൊരു വോട്ടഭ്യർത്ഥനയാണ് UDF നടത്തുന്നതും മറ്റും കഴിഞ്ഞ ദിവസം തന്നെ LDF ആരോപിച്ചിരുന്നു. അതിനെല്ലാം മറികടന്ന് വിജയത്തിലേക്ക് എത്താൻ ഈ അനുകൂല ഘടകങ്ങൾ, പ്രത്യേകിച്ച് മണ്ഡലത്തെ അറിയുന്ന, മണ്ഡലത്തിൽ സുപരിചിതനായിട്ടുള്ള, മത്സര പരിചയമുള്ള, ആ വിധത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആ വിധത്തിലുള്ള ഘടകങ്ങൾ അനുകൂലമാവും സത്യൻ മൊകേരിക്ക് എന്നാണ് LDF കേന്ദ്രങ്ങളുടെ വിശ്വാസം, പ്രതീക്ഷ, ആത്മവിശ്വാസം. ഏതായാലും അത്തരം ഘടകങ്ങളെല്ലാം മത്സരിക്കുകയാണ്. അത്തരം ഘടകങ്ങളെല്ലാം വളരെ സജീവമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാലം കൂടിയാണ് വയനാട്ടിൽ കടന്നു പോകുന്നത്. ഏതായാലും ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അല്പസമയത്തിനകം തന്നെ പോളിംഗ് വയനാട്ടിൽ ആരംഭിക്കും. മുണ്ടക്കൈ ചൂരമല പ്രദേശത്തുള്ളവർ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടുതലായി ഭാഗഭാക്കാവുകയും ചെയ്യും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഏതായാലും വോട്ടർമാരെ പരമാവധി ബൂത്തുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുകയാണ് മുന്നണികൾ.